ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ്. എന്താണ് കോണ്ടൻറ്റ് എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് വലിയ പിടുത്തമൊന്നും ഇല്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം ഇറ്റ്സ് ബീൻ 1 year ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ ഒരുപാട് സംസാരിച്ചൊന്നും ഇതാക്കുന്നില്ല. ബട്ട് ബിഫോർ ദാറ്റ് എനിക്ക് ചെറിയ ഇൻട്രൊഡക്ഷൻ തരണം എന്നെപ്പറ്റി. ആൻഡ് അതുപോലെ തന്നെ എനിക്കൊരു എന്തുകൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടുള്ള എൻ്റെ ഒരു ഇൻസ്പിറേഷൻ, അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. സോ നമുക്ക് അതിന് തുടങ്ങാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇനി ലോങ് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഇടാത്തത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയും, അതെ. അപ്പം മടിയുള്ളത് കൊണ്ടാണ് ഞാനതൊന്നും എടുക്കാത്തത്. കാരണം എടുക്കുന്നതിനേക്കാളും വലിയ മടി എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്സ് ആണ് കുറച്ചും കൂടി ഈസി. സോ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കോളേജിൽ നിന്ന് IV പോയിട്ടുണ്ടായിരുന്നായിരുന്നു. അതിപ്പോൾ 1 year ആയി എത്ര ഞാനത് ഇട്ടിട്ട്. എത്ര പെട്ടെന്നല്ലേ വർഷമൊക്കെ പോകുന്നത്. അപ്പോൾ യെസ്, അപ്പം അതും കൂടെ കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അയ്യോ ഗൈസ്, ഇവിടെ ഒരു ക്യൂട്ടി കിടക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് കിടക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടായിരിക്കും. എന്നെ തന്നെ കണ്ട് മടുത്തവർക്ക് ഞാൻ വിചാരിച്ചു പുറത്ത് ഭംഗികൾ കാണിച്ചു തരാമെന്ന്. ഇപ്പം ആക്ച്വലി നല്ല മഴയുണ്ട് കേട്ടോ. അവിടെയൊക്കെ മഴയുണ്ടോ? ഇതാണ് എൻ്റെ ക്യൂട്ടി നീക്ക. സുന്ദരിയല്ലേ? ആൻഡ് ഞാൻ എൻ്റെ ഈ ചാനലിൽ ഒരു സ്റ്റഡി റൂട്ടീൻ്റെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ പേരും അതുപോലെ ഞാൻ എന്താണ് പഠിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലാതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ചെയ്യാം എന്നുള്ളത്. പക്ഷെ പിന്നെ ഞാൻ മറന്നു. അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനകത്ത് ഇൻട്രൊഡക്ഷനും അതുപോലെ വൈ ഐ സ്റ്റാർട്ടഡ് യൂട്യൂബ് ചാനൽ എന്നുള്ളതിൻ്റെയൊക്കെ മാത്രമായിരിക്കും സംസാരിക്കുന്നുണ്ടാവും. സോ എൻ്റെ പേര് നിരഞ്ജന എന്നാണ്. അപ്പോൾ അതേ പേര് തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിന് ഇട്ടേക്കുന്നത്. ഞാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ, ഞാൻ യൂട്യൂബ് ചാനലിന് എന്ത് പേരിടും എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു ആലോചനയിലായിരുന്നു. പിന്നെ ഐ തോട്ട് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ പേര് തന്നെ ഇട്ടുകൂടാ. സോ ദാറ്റ് നമുക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും കിട്ടും ചെയ്യും എൻ്റെ ഫുൾ നെയിം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു നെയിം തന്നെ ആലോചിച്ച് ഇട്ടത്. അപ്പോൾ എൻ്റെ സ്ഥലം കൊല്ലമാണ്. കൊല്ലത്ത് ഓച്ചിറയിലാണ് എൻ്റെ സ്ഥലം. അതുപോലെ ഞാനൊരു BCom ഗ്രാജുവേറ്റ് ആണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ആയപ്പോഴാണ് എൻ്റെ കോൺവെക്കേഷനൊക്കെ കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആയത്. അപ്പോൾ ഞാൻ പഠിച്ചത് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ഇത്ര മതിയല്ലോ. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തിൻ്റെതൊക്കെ പതുക്കെ പറഞ്ഞു തരാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം അതൊക്കെ. അപ്പോൾ ഞാൻ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാനൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയൊരു PG ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതെന്താ ചെയ്യാൻ പോകുന്നതെന്നും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും, നോട്ട് നൗ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഇനിയും കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഐ തോട്ട് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് ഞാൻ ഇനി വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും ഇത് പറയാറുണ്ടെങ്കിലും ഞാനത് ചെയ്യാറില്ല. പക്ഷേ ദിസ് ടൈം അത് ഫ്ലോപ്പ് ആവില്ല ഗൈസ്. ഇനി നമുക്ക് എന്തിന് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളതിലേക്ക് നമുക്ക് ഞാൻ എവിടെയെങ്കിലും ഒന്ന് വെക്കാൻ നോക്കിയിട്ട് ഗൈസ്, ഈ ഫോണാണെങ്കിൽ എങ്ങും വെക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ ഞാൻ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് വൈ ഐ സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ സ്കൂൾ ടൈമിൽ വെച്ചിട്ടാണ്, എനിക്ക് തോന്നുന്നു ഒരു 10th ആണോ മേ ബി 10th എങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് തോന്നുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പക്ഷേ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ ഇട്ടിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വെച്ച് തുടങ്ങിയ ഒരു ചാനലേ അല്ല ഇത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം ഞാൻ ആദ്യം ഇട്ടിട്ടുള്ളൊരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ്. ദിൽക്കോ കരാറായ അതിൻ്റെ ഒരു കവർ സോങ് മാതിരി ഒരു ലോങ് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഞാൻ ജസ്റ്റ് എനിക്കത് പാടി ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും ഞാൻ ആ ഒരു ടൈമിൽ ചുമ്മാ പോസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അവരൊക്കെ ലൈക്ക് ചെയ്തു, കമൻറ്റ് ചെയ്തു, അങ്ങനെ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ ഞാൻ +2 വന്നപ്പോഴാണ് ഞാൻ ലോങ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അതും എൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ വീഡിയോ എടുക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് ഭയങ്കര മടിയാട്ടോ, ഈ ആൾക്കാരുടെ ഇടയിലൊക്കെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. അതിനുള്ള ധൈര്യമൊന്നും എനിക്ക് ഇല്ല. പിന്നെ ഞാൻ എന്തിനാ ഇത് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രസം. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മളൊക്കെ ഒന്ന് എന്താ പറയുന്നത് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതും ഒരു കാരണമാണ് ഗൈസ്. അപ്പം അങ്ങനെ ഞാൻ +2 ഒരു ഫെയർവെൽ വീഡിയോ എടുത്തു. അത് അത്യാവശ്യം
നല്ലോണം പോയി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അത് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ സോങ് എന്തോ വന്നിട്ടുള്ളത്. പക്ഷേ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ഉണ്ട്, ബട്ട് അത് ചാനലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാനത് ഇട്ടു, അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിപ്പോഴും എനിക്കൊരു മെമ്മറി തരുന്നതും അതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതും ആയിട്ടുള്ളൊരു എൻ്റെ യൂട്യൂബ് ചാനലൊരു വീഡിയോ ആണത്, എൻ്റെ ഫെയർവെല്ലിൻ്റെ +2. പിന്നെ ഞാൻ പയ്യെ ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. പിന്നെ അതിലായി എൻ്റെ ഫോക്കസ്. അപ്പോൾ സെക്കൻഡ് ഒരു ഡാൻസ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് 47K വ്യൂസ് കിട്ടി. ഐ വാസ് റിയലി ഹാപ്പി. എൻ്റെ ലൈഫ് ടൈമിൽ ആദ്യമായിട്ടാണ് എനിക്ക് അത്ര ഒരു വ്യൂസ് ഞാൻ എവിടെയെങ്കിലും എനിക്കൊന്ന് കിട്ടുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ആദ്യമായിട്ടൊരു സന്തോഷം തോന്നിയ ടിക്ടോക്ക് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എനിക്കതിനകത്ത് 2000 എന്തോ ലൈക്സ് കിട്ടിയപ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്. ഓ വാവ്, ഞാൻ അത്ര നാളെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് അപ്പോഴാണ് എത്രയെങ്കിലുമൊക്കെ കിട്ടിയത് ആ ഒറ്റ വീഡിയോയിൽ. അപ്പം അത് കഴിഞ്ഞ് കുറച്ചൊന്ന് കയറി വരപ്പോൾ അന്ന് എനിക്ക് 3K ഫോളോവേഴ്സ് എന്തോ ആയിരുന്നു ടിക്ടോക്കിലുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും അത് അടിച്ചു പോയി. വെരി ഹാപ്പി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇൻസ്റ്റയിലോട്ട് വരുന്നു, റീൽസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ റീൽസ് ഞാൻ ചെയ്യാറുണ്ട് കണ്ടിന്യൂസ്ലി, പക്ഷെ അത്ര റീച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബട്ട് ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. അതിനോ എല്ലാവരും റീൽസ് കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ റീച്ചിന് വേണ്ടിയിട്ട് തന്നെ ആണെന്ന് അറിയാം. പക്ഷേ സ്റ്റിൽ എനിക്കങ്ങനെ റീച്ച് എന്നൊരു സാധനം ഇല്ല. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെയും കുറച്ച് പേരുണ്ടല്ലോ, നമ്മളെ അത്ര എൻകറേജ് ചെയ്തിട്ട് ഹൈപ്പ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇതൊക്കെ തന്നെ ഗേൾസാണ് കൂടുതൽ ചെയ്യാറുള്ളത്. അവർ ലൈക്ക് കുറച്ച് ആൾക്കാർ എന്നെ അത്ര സപ്പോർട്ട് ചെയ്യും. ലൈക്ക് ലിറ്ററലി ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അവരെന്നെ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് പല വീഡിയോസും എനിക്ക് കൊള്ളത്തില്ല എന്നൊക്കെ തോന്നുമ്പോൾ അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ചെയ്തതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാറുണ്ട് സത്യമായിട്ടും. അത് ഞാൻ എപ്പോഴും വിചാരിക്കും അവരെ പറ്റിയിട്ടൊരു വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഐ ജസ്റ്റ് വാണ്ട് ടു ഇൻക്ലൂഡ് ദിസ്. അതുകൊണ്ടാട്ടോ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. എനിക്ക് അഹാന കൃഷ്ണ, പേളി മണി, അതുപോലെ തേജ തങ്കു ഡയറീസ്, അങ്ങനത്തെ കുറച്ച് യൂട്യൂബ് ചാനൽസ് ഒക്കെ ഇഷ്ടമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനൊന്ന് കാണാറുണ്ട്. അതുപോലെ സഞ്ജു ആൻഡ് ലക്ഷ്മി, അവരുടെ ചാനലിലെ വീഡിയോസൊക്കെ ഞാൻ ഫുൾ ഇരുന്ന് കാണും. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ അത് കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവരൊക്കെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ എനിക്ക് ഓരോ ആൾക്കാരുടെ ചാനൽസും എനിക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള ഓരോരോ റീസൺസ് ഉണ്ട്. ഈവൻ അഹാന കൃഷ്ണൻ്റെ ആണെങ്കിൽ പോലും ട്രാവലിംഗ് വീഡിയോസൊക്കെ ഭയങ്കര സൂത്തിങ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ലൈക്ക് നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നും, എനിക്ക് തോന്നാറുണ്ട് പേഴ്സണലി. അതുപോലെ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ അത്ര ആസ്വദിച്ച ഒരാളിങ്ങനെ ഫുഡ് കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം അതിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ആൻഡ് ഭയങ്കര ഒരു നൈസ് വീഡിയോ ആണ് അവരുടെയൊക്കെ. പിന്നെ തേജ തങ്കു ഡയറീസ്, ആക്ച്വലി തേജയ്ക്ക് ലൈക്ക് 20 ഇയേഴ്സേ ഉള്ളൂ. ആൻഡ് ഈവൻ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് വീഡിയോ ഐ ഗെസ് അതൊരു ഹോം ടൂർ വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആളും ടിക്ടോക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതാണ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ ആദ്യമായിട്ട് പുള്ളിക്കാരത്തെ ഇങ്ങനെ ഐഫോൺ എടുക്കുന്നതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഷി വാസ് ലിറ്ററലി വെരി ഹാപ്പി അറ്റ് ദറ്റ് പോയിന്റ് ഓഫ് ടൈം. അപ്പം അതിങ്ങനെ നമുക്കിങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ ഇപ്പോഴത്തേക്ക് തമ്മിലൊരു മാറ്റങ്ങളുണ്ടല്ലോ. അപ്പോൾ ആളിപ്പോൾ കുറേ ഇൻ്റർനാഷണൽ ട്രിപ്സ് പോകുന്നു, അതും സ്വന്തം ഏർണിങ്സിൽ ഈ ഒരു പ്രായത്തിൽ. അതൊക്കെ ഭയങ്കര അടിപൊളി ഒരു കാര്യമാണ്, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ് അതൊക്കെ. അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി. ഞാൻ സഞ്ജു ആൻഡ് ലക്ഷ്മി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോണ്ടന്റ് ഒക്കെയാണ് ഇടുന്നത്, ഓരോരോ സ്റ്റോറി ബേസ് സാധനങ്ങളൊക്കെ കാണാൻ തന്നെ രസമാണ്. ലൈക്ക് ലിറ്ററലി അവരുടെ ആക്ടിങ് കാര്യങ്ങളൊക്കെ അടിപൊളി. അപ്പം ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ഇൻസ്പിറേഷനും കൂടെ കലർന്നിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇത് ഏർണിങ്സ് മാത്രം കൊണ്ടല്ല, പക്ഷെ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ്. സോ അതൊക്കെ ഒരു സംഭവമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു ഏർണിങ്സ് മാത്രമല്ല എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. അതൊക്കെ ഒരുപാട് സമയം എടുക്കും ഗൈസ്, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതല്ല എൻ്റെ ഒരു ഫസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ഓരോ ലോങ് വീഡിയോ ഇടുമ്പോഴും നമുക്കതൊക്കെ ഒരു മെമ്മറീസാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് വെച്ച് കാണാം. ഇപ്പം തന്നെ എൻ്റെ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒത്തിരി ആയില്ലേ. അപ്പം എനിക്കതൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ആ ഒരു മെമ്മറീസ്, ആ ഒരു മൂമെൻറ്റ്സ് ഒക്കെ ചെറിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതും ഒരു സംഭവമാണെന്ന് നിങ്ങൾ കൂട്ടിക്കോ. ഇപ്പം എനിക്കിത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാനത് ചെയ്യുന്നു. പിന്നെ കുറേ പേര് നമ്മളിതൊക്കെ കളിയാക്കുമായിരിക്കും നമ്മളിതൊക്കെ ചെയ്യുന്നത്, പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ മൈൻഡ് ചെയ്തിട്ടൊരു കാര്യമില്ല. സോ ടു മൈ ബിഗിനർ യൂട്യൂബേഴ്സ് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുക. ഞാൻ പോലും അത് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ, എനിക്ക് കോണ്ടന്റ് ഇല്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് എന്തായാലും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുക. നിങ്ങൾക്ക് എന്ത് വീഡിയോ ഇടുമ്പോഴാണോ കുറച്ചധികം വ്യൂസ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിടിച്ചിട്ട് നിങ്ങൾ കുറച്ച് വീഡിയോസ് ചെയ്യാൻ നോക്കുക.
സോ അതുപോലെ ഹാഷ് ടാഗ്സ്, കീവേഡ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരുപാട് ലോങ് ആക്കാതെ കുറച്ച് ഷോർട്ടാക്കിയൊക്കെ വീഡിയോസ് വെക്കുക. ആദ്യമൊക്കെ കുറച്ച് ഷോർട്സ് ഒക്കെ ഇടുക. അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. ലോങ് വീഡിയോസ് ഇടാതിരിക്കരുത് കേട്ടോ. ലോങ് വീഡിയോസ് ഇടയ്ക്കൊക്കെ ഇടണം. അതും നിങ്ങളുടെ വാച്ച് അവേഴ്സ് കൂട്ടും. അത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. എനിക്കറിയത്തില്ല, ഇത് ഒരുപാട് ലോങ് ആയി പോയെന്ന് തോന്നുന്നു സംസാരിച്ച്. ബട്ട് ഐ എം റിയലി സോറി ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ.